ഒരു ഫുൾ ചിക്കൻ എടുക്കണം. നന്നായി കഴുകിയെടുത്ത് വൃത്തിയാക്കിയിട്ട് വെള്ളം വാർത്തിയെടുത്തിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ കടയിൽ നിന്ന് പറഞ്ഞാൽ ഇതുപോലെ കച്ചറയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ആക്കിത്തരും. പിന്നെ കീറിട്ട് കൊടുക്കാൻ നോക്കണം, ഇറച്ചിയുള്ള ഭാഗത്ത് കീറിട്ട് കൊടുക്കണം, മസാല പിടിക്കാനാണ്. ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 2 ടേബിൾ സ്പൂൺ സോയാ സോസ്, 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അത് കുറക്കരുത് എന്നാലേ ടേസ്റ്റ് ഉണ്ടാവൂ, 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1 ടീസ്പൂൺ വിനീഗർ അല്ലെങ്കിൽ നാരങ്ങ നീര്, ആവശ്യത്തിന് ഉപ്പ്, എല്ലാം കൂടി നന്നായി മിക്സാക്കി എടുക്കണം. മൊത്തത്തിലങ്ങ് മിക്സാക്കണം. മൊത്തത്തിലങ്ങ് മിക്സാക്കി കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. വീണ്ടും നന്നായി മിക്സാക്കി എടുക്കണം. ഈ സൺഫ്ലവർ ഓയിൽ കടന്ന് വേണം ഇത് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട്. 1/2 ടീസ്പൂൺ കൂടി സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മൊത്തത്തിലങ്ങ് മിക്സാക്കി കൊടുക്കണം. നല്ലോണം മിക്സായി കിട്ടണം. എന്നിട്ട് വേണം ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു തുള്ളി വെള്ളമില്ലാതെ വേണം ചിക്കൻ ഇട്ട് കൊടുക്കാൻ വേണ്ടി. ഈ മസാല എല്ലാ ഭാഗത്തും ഒന്നായി പിടിക്കണം. 2-3 മണിക്കൂർ എന്നിട്ട് ഇത് വെച്ച് കൊടുക്കണം. എന്നാൽ ഈ അൽഫാം നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒരു ഇച്ചിരി കളർ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലിയാണെന്നും കളറിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് സാധാ മുളക് പൊടി ആയതുകൊണ്ടാണ്. എല്ലാ ഭാഗത്തും ഒരുപോലെ പിടിപ്പിക്കണം. ഞാനൊരു 6 മണിക്കൂർ വെച്ച് കൊടുക്കുന്നുണ്ട്. രാവിലെ എഴുന്നേറ്റപാട് ഇതാണ് ചെയ്തത്. എന്നിട്ട് അവിടെ വെച്ച് കൊടുത്താൽ മതി. ഒരു പാത്രത്തിലേക്ക് അലൂമിനിയം ഫോയിൽ വെച്ച് കൊടുത്തിട്ട് വേണം ഈ ചിക്കൻ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ വേണം ഇത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. 230 ഡിഗ്രിയിൽ 1 മണിക്കൂർ വേണം ഇത് വേവിച്ചെടുക്കാൻ. എന്നാൽ ഈ അൽഫാം നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ല ടേസ്റ്റാണ് ഈ അൽഫാം കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടൊന്ന് അഭിപ്രായം അറിയിക്കണം. മാതോളി നാരങ്ങ, മയോനസ്, മന്തി, പിന്നെ ഈ അൽഫാം, തക്കാളി ചട്നി. മന്തിയുടെ റെസിപ്പി താഴെ ഇട്ടിട്ടുണ്ട്, കാണാൻ മറക്കരുത്. മാതോളി നാരങ്ങ, മയോണസ്, മന്തി, അൽഫാം, ടൊമാറ്റോ ചട്നി എല്ലാം കൂടി കഴിക്കാനൊരു വേറെ തന്നെ ടേസ്റ്റാണ്. മന്തിയിൽ ചിക്കൻ ഇടാതെ ഇങ്ങനെ ആക്കുന്നത് കൊണ്ട് ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് വിചാരിക്കണ്ട. മന്തിയും അൽഫാമും വേറെ വേറെ ആക്കുമ്പോൾ വേറെ തന്നെ ടേസ്റ്റാണ്. എപ്പോഴും ഒരേ മന്തി കഴിക്കുമ്പം അതിലൊരു രസമില്ലല്ലോ. ഈ അൽഫാം നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.